പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41 തൊട്ട് 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഭണ്ഡാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളത് ഒക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും യേശുവും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ അനവധി ആളുകൾ അതുകൂടി വന്നു പോകുന്നുണ്ട്. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് പണം ഇടുന്നുണ്ട്. എന്നാൽ ഈ ദരിദ്രയായ വിധവ ലേറിയ 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു എന്ന് പറയുമ്പോൾ യേശുവിന്റെ കൂടെ ശിഷ്യന്മാരടക്കം വേറെ ആളും കാണാം. യേശു വന്നതുകൊണ്ട് ചില പുരുഷാരൊക്കെ വേറെ കാണാം. അവരാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് യേശു അവളിൽ ശ്രദ്ധിച്ചു എന്ന് പറയുന്നത്. അല്ലേലിയ. എല്ലാവരും സമൃദ്ധിയിൽ ഇട്ടപ്പോൾ അവൾ 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടെന്ന് പറയുമ്പോൾ അവളുടെ ജീവിത സാഹചര്യങ്ങളെ, അവളുടെ മനസ്സിനെ, അവളുടെ ഹൃദയത്തെ, അവളുടെ ജീവിത ശൈലിയെ മുഴുവൻ നമ്മുടെ കർത്താവ് അറിഞ്ഞെന്നുള്ളതാണ്. സ്തോത്രം. അതൊരു ആശ്ചര്യമായ കാര്യമല്ലേ? സ്തോത്രം. നമ്മൾ പോലും അങ്ങനെ ശ്രദ്ധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഇറച്ചിയിട്ട് പോകുന്നു, ചിലരിടാതെ പോകുന്നു, ഉള്ളവരിടുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ നമ്മുടെ കർത്താവ് സകലവും ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരുന്നത്. ഏതാ? ദൈവത്തിന്റെ കണ്ണുകൾ നാട്ടവും മലർന്നുമാണ്, അവന് സകലവും അവന്റെ കണ്ണൊന്നും എല്ലാം അവന്റെ ദൃഷ്ടിയൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല, അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത് എന്നൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നീകത, ഈ ഭൂമി നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അല്ലേലിയ. നമുക്ക് ദൈവത്തിന്റെ കണ്ണു വെട്ടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമിയിലുള്ള മനുഷ്യനെ ഒളിച്ച്, മാതാപിതാക്കളെ ഒളിച്ച്, സഹോദരങ്ങളെ ഒളിച്ച്, അയൽവാസികളെ, ബന്ധുമിത്രാദികളെ, സഭയെ, നിയമത്തിന്റെ കണ്ണുകളൊക്കെ വെട്ടിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം. പ്രൈസ്. അങ്ങനെയാണ് ഇന്നത്തെ ലോകാധാരം ചെയ്യുന്നത്. പക്ഷേ ഈ ഭൂമിയിൽ ദൈവ സൃഷ്ടിയാണെല്ല. സൃഷ്ടികൾക്ക് മറച്ച് നീ എന്ത് ചെയ്താലും സൃഷ്ടാവിനെ മറയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവിന്റെ കണ്ണുകൾക്കെല്ലാം നഗ്നവും മലർന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് നമുക്ക് പറയുന്നതിൽ വളരെ അഭിമാനം വേണം. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ എനിക്ക് ആ ബോധമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ ആ ബോധമൊക്കെ വന്നത്. പണ്ടൊക്കെ ഈ തലയിലൊക്കെ കള്ളും കഞ്ചാവും എല്ലാം കയറി കിടക്കുമ്പോഴേ, അല്ലേലിയ, ദൈവമാരാ, യേശുവാരാ, പിതാവാരാ, വചനമെന്താ, സുവിശേഷം എന്താ എന്നൊന്നും ചിന്തിക്കാൻ സമയമില്ല. പക്ഷേ സുബോധാത്മാവിനെ ദൈവം ഉള്ളിൽ തന്നു കഴിഞ്ഞപ്പോഴാണ് യേശു ആരാണെന്നുള്ളത് മനസ്സിലായതും, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്താണെന്നും, യേശു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളെ എങ്ങനെയാണ് സമീപിച്ചതെന്നും, ഇപ്പോൾ നമ്മളെ എങ്ങനെയാണ് കർത്താവ് കാണുന്നതൊക്കെ മനസ്സിലായത് ഈ ദൈവത്തിന്റെ ഭാഗത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം കാണിക്ക വഞ്ചിയിൽ 1000 രൂപ നോട്ടിടുന്നവരുണ്ട്. ലേലിയ. 1000 രൂപ നോട്ട് അന്ന് 1000 ഉണ്ടായിരുന്ന സമയത്ത്. ലേലിയ. ഇപ്പൊ 1000 നോട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് ലാഭമുണ്ട് ചിലർക്ക്, കാരണം 500 ഇട്ടാൽ മതിയല്ലോ. അപ്പൊ 1000 രൂപ നോട്ട് ഇടുന്നവരുമുണ്ട്, 500 രൂപ നോട്ട് ഇടുന്നവരുമുണ്ട്, 200-ന്റെ 100 ഒക്കെ ഇടുന്നവരുണ്ട്. അല്ലേരിയ. ഈ 500-ന്റെ നോട്ടൊക്കെ ഇടുന്നവർ ചിലപ്പം അല്ലേരിയ 4 പേര് കാണത്തക്ക നിലയിലിടും. അല്ലേരിയ. ഈ ഒരു 20 രൂപയിൽ കൂടുതൽ ആരെങ്കിലും ഈ യാചകന് കൊടുക്കുവാണെങ്കിൽ അത് ആരെങ്കിലും ശ്രദ്ധിക്കത്തക്ക നിലയിലാണ് കൊടുക്കുന്നത്.
ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പുറത്തൊക്കെ ഞാൻ ഇത് ചെയ്തു എന്ന്. പക്ഷേ അല്ലൊരിയ സ്വതന്ത്രം എന്ന ചില ആളുകള് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ആരും അറിയില്ല. അല്ലേലിയ, നമ്മുടെ ഒരു കൈ കൊണ്ട് കൊടുക്കുക മറ്റൊരു കൈ അറിയരുത്. അല്ലേലിയ, ഒരാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെങ്കിൽ അത് വളരെ സൂക്ഷ്മതയോടെ മറ്റൊരാൾക്ക് പ്രഹസനമാകാതിരിക്കത്തക്ക നിലയിൽ വേണം കൊടുക്കാൻ. അപ്പൊ ശ്രീഭണ്ഡാരത്തിന് നേരെ യേശു ശിഷ്യന്മാർ ഇരിക്കുമ്പോൾ അതിലൂടെ കടന്നുപോയ ധനവാന്മാരൊക്കെ അവരുടെ പണം വളരെ മറ്റുള്ളവർക്ക് കാണത്തക്ക പോലെ ഇടുമ്പോൾ ഈ ദരിദ്രയായ വിധവ അല്ലേലിയ ഒരു പൈസയ്ക്ക് ശരിയായി 2 കാശിട്ട് അത്ര സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നത് ഓർക്കുമ്പോൾ അല്ലേലിയ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് വീട് കെട്ടെന്ന് നമസ്കരിച്ച് ദൈവത്തെ സ്തുതിച്ച് പറയണം. എന്താ പറയേണ്ടത്? കർത്താവ്, ഇത്രയും നീ എന്നെ കാണുന്നുണ്ടല്ലോ, ഈ ജനം, ഈ ലോകം മുഴുവൻ നിന്റെ ദൃഷ്ടിയിലിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ നീ എന്നെ സൂക്ഷ്മതയോടെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറയണം, സ്തുതിക്കണം. അല്ലേലിയ. അപ്പൊ വലിയ ആളുകളൊക്കെ കിട്ടുന്നത് വളരെ വളരെ വേഗത്തിൽ എന്ത് മറ്റുള്ളവർ കാണത്തക്ക പോലെ കാണിക്കുവാൻ പോകത്തില്ല. വളരെ അന്തസ്സോടുകൂടി അവിടെ ഇരിക്കും. ലരിയ. എന്നാൽ ചിലർക്ക് ചില്ലറ കാശുകൾ മാത്രമേ ഇടാൻ കാണത്തുള്ളൂ. ചിലർക്ക് ചില്ലറ കാശുകൾ 1000 ഇടുന്നവരുടെ മുമ്പിൽ അല്ലെങ്കിൽ 500 ഇടുന്നവരുടെ മുമ്പിൽ സ്വതന്ത്രം 200 ഒക്കെ ഇടുന്നപ്പോൾ ചിലർക്ക് 10 രൂപയെ കാണത്തുള്ളൂ. അവരവരുടെ സമൃദ്ധിയിൽ നിന്നാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റവരുടെ ധനത്തിൽ നിന്നിട്ടിരിക്കുക, ധനത്തിന്റെ വലിപ്പത്തിൽ നിന്നാ. ഇവരെ 10 രൂപ ഇട്ടവൻ അവരുടെ ഉള്ള സമൃദ്ധി എന്നായിരുന്നേ. അല്ലേ? അപ്പൊ അവർ തല കുനിച്ച് കാശിനെ ഇറുകെ പിടിച്ച് കൊണ്ട് ആരും കാണാത്ത വിധത്തിൽ അവര് തല കുനിച്ച് അവരുടെ കാശിനെ നന്നായിട്ട് കൈ മുറുകെ പിടിച്ച് ആരും കാണാതെ അവർ കൊണ്ട് ആ പൈസ അടച്ചിരിക്കും. മറ്റവരങ്ങനെയല്ല. മറ്റവരെ ഈ തല ഉയർന്നിറങ്ങും. അവർ പോക്കറ്റിൽ നിന്ന് വീഴ്ചക്കത്തല്ലേ ബാഗിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് മറ്റുള്ളവർ കാണത്തക്ക പോലെ അതിൽ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് എന്നെ കേൾക്കുന്ന പ്രശ്നം. ഇവിടെ വെച്ച് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നത് കർത്താവ് ഒരിക്കലും ബാഹ്യമായ കാര്യങ്ങളെ നോക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. ബാഹ്യമായ പ്രകടനങ്ങൾക്ക് കർത്താവ് ഒരിക്കലും ശ്രദ്ധയെ വെക്കുന്നില്ല. ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും പറ്റത്തില്ല. സ്തോത്രം. ഹൃദയത്തിലെ ആഴത്തെ ദൈവം നോക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെയാണ് കർത്താവ് നോക്കുന്നത്. നീ കൊടുക്കുന്നത്, നീ ചെയ്യുന്നത് മറ്റുള്ളവരെ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ വേണ്ടി ആകരുത്. ദൈവത്തിന് പ്രസാദമായിരിക്കണം നിന്റെ സകല വഴിപാടുകളും. രക്തം ചെയ്യും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരിമാർ, യുവാക്കന്മാരോട്ടെ, നീ കർത്താവിന് ചെയ്യുന്നതെല്ലാം വളരെ അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്ന ഒരു യാചകന് നീ എന്തെങ്കിലും ചെയ്താലും അത് നീ കൊടുക്കുന്ന മറ്റൊരാൾ അറിയരുത്. അല്ലെങ്കിൽ നീ കൊടുക്കുന്ന മറ്റൊരാളെ നീ അത് രഹസ്യമായിട്ട് കൊടുക്കണം. പ്രൈസലോ. നമ്മൾ ഈ ബാഹ്യപ്രകടനമൊക്കെ കാണിച്ച് സ്വർഗത്തിൽ ചെല്ലുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ. രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ ആരായുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസലോ. മാത്രമല്ല, എത്ര രൂപ കൊടുക്കുന്നു എന്നും എത്ര രൂപ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നും അല്ലേലിയ ആമേ സ്തോത്രം എന്ന് നിങ്ങൾ നോക്കി ചിന്തിക്കണം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എത്ര രൂപ കരുതുന്നുണ്ട്. അങ്ങനെ രൂപയിലെ കർത്താവ് മുഖാന്തരമാണ് ഒരുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തെല്ലാം മുഖാന്തരങ്ങൾ ഒരുക്കുന്നു, അത് മുഖാന്തരം നിങ്ങൾക്ക് എന്തെല്ലാം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ നന്മകൾ ഓർത്താൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനല്ലേ. നോക്കിയേ, ഈ ലോകത്തിൽ 800 കോടിയിലധികം ജനമുണ്ട്. 7 ഭൂഖണ്ഡങ്ങളിലായിട്ട് 800 കോടിയിലധികം ജനമുണ്ട്. 800 കോടിയിലധികം ജനത്തിനും എണ്ണത്തിൽ പെടാത്തവരുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഈ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ദൈവമല്ലേ. സ്തോത്രം. എല്ലാവർക്കും ശ്വാസം കൊടുക്കുന്ന ദൈവം, ഒച്ചയും കൊടുക്കുന്ന ദൈവമല്ലേ. എല്ലാവർക്കും അതാത് രാജ്യങ്ങളിൽ വെള്ളം കൊടുക്കുന്ന നമ്മുടെ ദൈവമല്ലേ. സ്തോത്രം. പ്രൈസലോ. നോക്കി എന്ത് സ്നേഹമോ, എന്ത് കരുതല കർത്താവിന്റെ അല്ലേ. അപ്പൊ നമ്മളെ ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവം ഉലകത്തിൽ വേറെ ഉണ്ടോ? രക്തം ചെയ്യും. അപ്പൊ നിനക്ക് വേണ്ടി സകലതും കരുതുന്ന ദൈവം. പ്രൈസലോ. നമ്മുടെ സകല ആകുലതകളും അറിഞ്ഞ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന സൃഷ്ടമായ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം, മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്നവൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കാൻ പറ്റത്തില്ല കേട്ടോ.
വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിന് സ്നേഹം നമ്മളെ പൊതിഞ്ഞിരിക്കുക. പ്രൈസലോ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ പൊതിഞ്ഞതാണ് നിന്റെ ജീവിതം. നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? പ്രൈസലോ, ആ ഒരു ചിന്തയാണ് നമ്മെ ഏത് കഷ്ടതയിലും കൈപിടിച്ചുയർത്തുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വിധവയുടെ 2 കാശ്. ഹല്ലേലൂയ. അപ്പൊ ഈ യഹൂദ നേതാക്കന്മാർ ബാഹ്യമായ ഭക്തിപ്രകടനം മാത്രം കാണിക്കുമ്പോൾ വിധവയായ ആ ദരിദ്രയായ സ്ത്രീ തന്റെ കൈവശം ആകെ ഉണ്ടായിരുന്ന 2 കാശ് ദൈവാലയത്തിലെ ഭണ്ഡാരത്തിലിടുന്നത് കർത്താവ് കണ്ടു. ഹല്ലേലൂയ. യഹൂദന്മാർ ബാഹ്യപ്രകടനം കാണിക്കുമ്പോൾ ഇവള് തന്റെ കയ്യിലുള്ള 2 കാശ് ആരും അറിയാതെ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. ധനവാന്മാരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള ഭണ്ഡാരങ്ങളിൽ ധാരാളം പൈസ ഇടുമായിരുന്നു. കാഹളത്തിന്റെ ആകൃതിയിലുള്ള 13 ഭണ്ഡാരപ്പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഭണ്ഡാരപ്പെട്ടി കാഹളത്തിന്റെ ആകൃതിയിലുള്ള 13 ഭണ്ഡാരപ്പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഹല്ലേലൂയ. ഉണ്ടായിരുന്നു. സ്തോത്രം. അതിൽ 9 എണ്ണം യഹോവയ്ക്ക് വഴിപാടിനും 4 എണ്ണം സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ളതും ആയിരുന്നു. 13 എണ്ണത്തിൽ 9 എണ്ണം യഹോവയ്ക്കുള്ളതും 4 എണ്ണം സാധുക്കളെ സഹായിക്കാനുള്ളതുമാണ്. അല്ലെങ്കിൽ മറ്റുള്ള ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധം ധാരാളം പൈസ കൊണ്ടുവന്ന് വന്ന് ഈ പെട്ടിയിൽ ശബ്ദമുണ്ടാക്കി ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അന്നത്തെ യഹൂദന്മാരെ ധാരാളം പൈസ ഇട്ട് വരും. എന്നിട്ട് ഈ കാഹളം പോലെയുള്ള ഈ ഭണ്ഡാരപ്പെട്ടിക്ക് വന്നിട്ട് വളരെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ പൈസ ഇടും. കാരണം ഈ കാഹളപ്പെട്ടി കൊണ്ട് വളരെ ശബ്ദം ഉണ്ടാക്കി അല്ലെങ്കിൽ ജനം ശ്രദ്ധിക്കുമല്ലോ. ജനം ശ്രദ്ധിക്കുമ്പോൾ അവർ പണം വിടും. ഹല്ലേലൂയ. സ്തോത്രം. അതിന് കാഹളം ഊതിക്കുക എന്ന് പറയും. കാഹളം ഊതിച്ചുകൊണ്ടിരുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നമ്മൾ മത്തായി 6:2 പറയുന്നത്. അതാണ് വേദപഠിതാക്കൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുമ്പോഴെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആരും കാഹളം ഊതിച്ചോണ്ടൊന്നും കൊടുക്കരുത്. സ്തോത്രം. വെള്ളിക്കാശിന്റെ 200-ൽ ഒരു ഭാഗം വിലയായ വെള്ളിക്കാശിന്റെ 200-ൽ ഒരു ഭാഗം വിലയേറിയ വിധവയുടെ കാശിനുള്ളൂ. എങ്കിലും അത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലയേറിയതായിരുന്നു. വിധവയ്ക്ക് തന്റെ ആ 2 കാശ് വളരെ വിലയേറിയതാ. ഹല്ലേലൂയ. അവൾ കാഹളം ഊതിക്കാനോ വലിയ ശബ്ദം ഉണ്ടാക്കാനോ കോലാഹലം ഉണ്ടാക്കാനോ ഒന്നുമില്ല. അവൾ ആരും അറിയാതെ കൊണ്ടിടുക. അതാണ് അവിടെ യേശു കണ്ടത്. കേട്ടോ, എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, നീ ആരും അറിയാതെ നിന്നോട് കൂടെയുള്ള, നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന, നിന്റെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, നിന്റെ കൂടെ ജീവിക്കുന്ന, നിന്റെ കൂടെ നടക്കുന്ന പലരും നീ കാണത്തക്ക നിലയിൽ അല്ലെങ്കിൽ അവർ കാണിക്ക കൊടുക്കുമ്പോൾ നിന്റെ കയ്യിലുള്ളത് നീ ആരും അറിയാതെ നീ കൊടുക്കുന്നതാണ് ദൈവം കാണുന്നത്. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. നീ അതിനകത്ത് ഒരിക്കലും ലജ്ജിച്ചു പോകണ്ട. നിനക്കുള്ളത് നീ കൊടുത്താൽ മതി. നിനക്കുള്ളത് കൊടുക്കുമ്പോൾ നിന്റെ കയ്യിൽ സമൃദ്ധിയായിട്ട് ദൈവം തരും. നിനക്ക് സമൃദ്ധി കിട്ടുമ്പോൾ നീ കൊടുത്താൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നാം കർത്താവിന് കൊടുക്കുമ്പോൾ നാം നമുക്കായി എന്ത് ബാക്കി കരുതി എന്നതിലാണ് ഹല്ലേലൂയ നമ്മൾ ചിലരുടെ ചിന്ത. നമ്മൾ കർത്താവിനായി കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്ത് കരുതി. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ പറയുന്നത്, കൊടുത്തതിന്റെ അല്ലെങ്കിൽ മൂല്യം കർത്താവ് വില മതിക്കുന്നത് ആണ്. നമ്മൾ കൊടുത്തതിന്റെ മൂല്യത്തിനനുസരിച്ച് കർത്താവ് വില മതിക്കും. പക്ഷെ അതിനേക്കാൾ എത്രയും മൂല്യം കൂടിയതാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവം നമുക്ക് തരുന്ന കണക്ക് നോക്കിയിട്ടല്ല, കണക്ക് പറഞ്ഞിട്ടുമല്ല. നമ്മൾ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി നമുക്ക് സകലവും തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ യേശുവാണ്. നിന്റെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളും അറിയുന്നവൻ, നിന്റെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളും അറിയുന്നവൻ, നിന്റെ മക്കളുടെ സകല ആവശ്യങ്ങളും അറിയുന്ന. അടുത്ത പ്രഭാതത്തിൽ നിനക്ക് എന്തെല്ലാം വേണം, നിന്റെ കുടുംബത്തിന് എന്തെല്ലാം വേണം, നീ എന്തെല്ലാം ആവശ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ രാത്രി കിടന്നത്, ഈ പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് പലരെ അഭിമുഖീകരിക്കാനുണ്ട്, എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ളൊക്കെയുള്ള ചിന്തയോടുകൂടി നീ കിടന്ന് ഉറങ്ങിയ രാത്രിയാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ. എന്നാൽ ഈ പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചിലത്
കരുതും. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന, നിന്റെ മനസ്സിന് സന്തോഷമാകുന്ന, നിന്റെ ഹൃദയത്തിൽ ആനന്ദമാകുന്ന ചില നന്മകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. വിശ്വസിക്കുന്നെങ്കിലെ കരമടിച്ച് ദൈവത്തെ നിന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്ന നിരാശയുടെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നടിയിലൂടെ തകർത്ത് അത് നീ അവസാനം കൊണ്ട് നശിപ്പിച്ച് കളയരുത്. ഏത് പ്രതിസന്ധികൾ അതിലേക്കും ഇറങ്ങി വന്ന് നമ്മെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, പറയുന്നത് ഇങ്ങനെയായിരിക്കണം. എന്താ? ഈ വിധവ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മനസ്സ്, അവളുടെ ഹൃദയം, അവൾക്കുള്ളതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കാനുള്ള ആ സന്മനസ്, അതൊക്കെ നമ്മൾ തിരിച്ചറിയണം കേട്ടോ. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ വിധവ എല്ലാവരെക്കാളും അധികം വിട്ടിരിക്കുന്നു എന്ന വാക്കുകൾ പിന്നീട് അനേകരെ വളരെയധികമായി കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ വിധവ തനിക്കുള്ളതിൽ നിന്നും ഇട്ടത്, ഹല്ലേലൂയ, സ്തോത്രം, കൊടുത്തത്, ഹല്ലേലൂയ. ആ വാക്കുകൾ, യേശു പറഞ്ഞ വാക്കുകൾ പിന്നത്തേതിൽ അനേകർ കൈ തുറന്ന് കൈ നിവർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം പല നമ്മുടെ ദൈവദാസന്മാരെ അറിയാം. ഹല്ലേലൂയ. മറ്റുള്ളവരെ നന്നായിട്ട് സഹായിക്കുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷെ അവരാരും കൊടുക്കുന്നത് വെളിയിൽ അറിയാതെ കൊടുക്കുന്നവരുണ്ട്, അറിഞ്ഞു കൊടുക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നന്നായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന എത്രയോ ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഈ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ യോജിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ ഈ പണം സുവിശേഷതയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. വിദേശ രാജ്യങ്ങളിലുള്ളവർ അവരുടെ കഠിനാധ്വാനവും കഠിന പ്രയത്നവും പരിശ്രമവും ഒക്കെ കൊണ്ട് അവർ ചോര അല്ലെങ്കിൽ വിയർപ്പാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ആ വിയർപ്പിന്റെ വില, അതിൽ നല്ലൊരു ശതമാനം അവരെന്ത് ചെയ്യുന്നു? ദൈവനാമത്തെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഈ കേരളത്തിലുള്ളവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവര് അതിന്റെ 1/3 പോലും കൊടുക്കുന്നില്ല. കൊടുക്കുന്നവർ കുറച്ചുപേരൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്നാൽ ദൈവത്തിന് കൊടുത്ത് പഠിക്കുമ്പോഴാണ് ദൈവം അളവ് കൂടാതെ നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന് കൊടുക്കുന്നതിൽ മനസ്സ് മരവിച്ചു പോകാതെ, ദൈവത്തിന് കൊടുക്കുന്നതിൽ കണക്ക് പറയാതെ, നാം ഹൃദയം തുറന്നാണ് ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ അവൻ നമുക്ക് തരുന്നത് എങ്ങനെയാണെന്നറിയോ? മാലാഖയുടെ പുസ്തകം 3:10 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആമേൻ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ കൊടുക്കുമ്പോഴാണ് സമൃദ്ധിയായി കണക്ക് പറയാതെ കൊടുക്കുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അവൻ നമുക്ക് നമ്മളെ നിറയ്ക്കുക. എഫേസ്യ ലേഖനം 1:3-4 കൂടെ വായിക്കണം. സ്വർഗത്തിൽ സകല ആത്മീയാനുഗ്രഹത്താലും, ഞാൻ ഇതിനു മുമ്പ് ഈ വചനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വചനം തരുന്നത് നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിനെ ഓരോ ദിവസം നമ്മൾ തട്ടി ഉണർത്തി ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിനകത്ത്, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന് പണത്തിന് ആവശ്യമില്ല, പക്ഷെ ദൈവം കൊടുക്കുക എന്ന് പറയുന്നത് ദൈവം തന്റെ മഹത്വമേ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. അവർക്ക് വേല ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. സ്തോത്രം. അതാ ദൈവം അങ്ങനെ എല്ലാ നിലയിലും ഓരോരുത്തർക്കും ഓരോ മുഖാന്തരമാണ്. അല്ലെങ്കിൽ ഇവിടെ നാം ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് വ്യാജം കാണിക്കരുത്. കൊടുക്കുന്നതിനകത്ത് വ്യാജം കാണിച്ച് ഒരു സഹോദരി അല്ലെങ്കിൽ നമ്മുടെ പുതിയ നിയമത്തിലുണ്ട്. അതാണ് അനന്യാസ് സഫീരയുമാണ്. അല്ലെങ്കിൽ അനന്യാസ് സഫീര എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന നിലം വിറ്റു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന നിലം വിറ്റിട്ട് അവർ ദൈവസന്നിധിയിലേക്ക് ഒന്നും അറിയാത്തതുപോലെ വരികയാണ്. അതിനെക്കുറിച്ച് സ്വതം അല്ലെങ്കിൽ പറയുന്ന അപ്പോസ്തലർ 5-ാം പറയുന്നത്, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു. ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിന്റെ വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത്, അല്ലെങ്കിൽ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷവും ആമീൻ നിന്റേതല്ലായിരുന്നുവോ? ഹല്ലേലൂയ. അപ്പൊ നിലം വിറ്റു, ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചു, അതിൽ കുറെ എടുത്തു വെച്ചിട്ട്
ആരും അറിഞ്ഞില്ല എന്നുള്ള ചിന്തയോടെ പത്രോസിന്റെ അരികിൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസും അനന്യാസിനെ സഫീരെ ദൂരം എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ അവരുടെ ഹൃദയത്തിന്റെ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ അനന്യാസ് ചെല്ലുന്ന അനന്യാസിന്റെ ആ വലിയ ആ കളവിനെ മനസ്സിലാക്കി എന്ന്. ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോട് അല്ല, ദൈവത്തോട് അത്രേ നീ വ്യാജം കാണിച്ചത്. അന്യാസോട് പത്രോസ് പറയാണ്, നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. അല്ലെ, ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാലിക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഈ അനന്യാസ് മരിക്കാനുള്ള കാരണം എന്താ? ദൈവത്തോട് വ്യാജം കാണിച്ചതാണ്. നമ്മൾ ദൈവത്തോട് ഒരിക്കലും വ്യാജം കാണിക്കരുത്. നമ്മൾ കൊടുത്തില്ല. പക്ഷെ ദൈവത്തോട് കളവ് കാണിക്കാൻ പാടില്ല. ദൈവത്തിനെ വഞ്ചിക്കാൻ പാടില്ല. കാരണം അവരുടെ വസ്തു വിറ്റതിൽ ഭാര്യയും ഭർത്താവും കൂടെ സഭയുടെ അറിവോടുകൂടി കുറെ എടുത്തു വെച്ചിട്ട് ഭാര്യ വീട്ടിലിരുത്തിയിട്ട് അനന്യാസ് തന്നെ ചെന്നതാ. അങ്ങനെ ഭർത്താവ് പോയി വരാൻ താമസിച്ചതിന്റെ പേരിലായിരിക്കും പിന്നീട് സഭയിലെ ചെല്ലുകയാ. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട് ചോദിച്ചു, ഇത്രയ്ക്കോ നിങ്ങൾ സ്ഥലം വിറ്റത്? അവളോട് അതെ, അത്രയ്ക്ക് തന്നെ. അല്ലേലിയ സ്വതം. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാലിക്കർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും ഭയമുണ്ടായി. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേരിയ, ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം ആളുകൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയനല്ലേ. പക്ഷെ നമ്മോട് ദൈവം കരുണ കാണിക്കുക. നമ്മോട് ദൈവം കരുണ ദയ കാണിക്കുമ്പോൾ നാം ഒരിക്കലും ദൈവത്തോട് വ്യാജം കാണിക്കരുത്. ദൈവത്തോട് വ്യാജം പറയരുത്. ദൈവസന്നിധി വ്യാജമായി വരരുത്. അല്ലേരിയ, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമീൻ. അന്ന് പരീശന്മാർ യൂദന്മാർ തങ്ങൾക്കുള്ള സമൃദ്ധിയിൽ നിന്ന് എല്ലാവരും കാണെ ആമെ കാണിക്ക മണ്ഡപത്തിൽ ഇടുമ്പോൾ ഈ ദരിദ്രയായ വിധവ ഒരു കാശും രണ്ട് പൈസ വിലയുള്ള ഈ പൈസ കൊണ്ടുവന്ന് അവൾ കാണിക്ക വേണ്ടി ഇട്ടുവെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ദൈവത്തോട് ചെയ്യുന്നത് ആമീൻ സത്യസന്ധതയോടുകൂടി ആയ തീരുമാനത്തിലായിരിക്കണം എന്ത് ചെയ്താലും ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നാം ദൈവത്തിന്റെ വചനമാക്കി ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് അവൾ ഇട്ടെന്നുള്ളതാണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇടരുത്. നമ്മളിപ്പോൾ ഈ സഭകളിലൊക്കെ മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ, ഈ കൺവെൻഷനുകളൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലേരിയ, നമ്മൾ പല സ്ഥലത്ത് നമുക്ക് സ്തോത്ര കാഴ്ച എന്ന് പറഞ്ഞ സംവിധാനം നമുക്കുണ്ട്. എല്ലാ പള്ളികൾക്കും എല്ലാ സമുദായങ്ങൾക്കും കാണിക്കുണ്ടല്ലോ അല്ലേരിയ. അപ്പം നമ്മുടെ മീറ്റിങ്ങിനകത്ത് വരും. അപ്പൊ ഈ സ്തോത്ര കാഴ്ചയൊക്കെ വരുമ്പം നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളത് ചെവി അറിയാതെ നമ്മുടെ മുമ്പിൽ കൂടി ആ സ്തോത്ര കാഴ്ചയുടെ ആ പാത്രം വരുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സ് നിറഞ്ഞിട്ട് കൊടുക്കണം. അതൊരു പക്ഷെ നിങ്ങൾക്ക് ഉള്ളത് ഇട്ടാൽ മതി. ദൈവത്തിന് അത് ഇഷ്ടമാണ്. നിങ്ങൾ എത്ര ഇട്ടാലും ദൈവത്തിന് ഇഷ്ടമാണ്. നീ എന്താ അത്രയും ഇട്ടതോ അത്രയും ഉള്ളതൊന്നും നമ്മുടെ കർത്താവ് ചോദിക്കുന്നില്ല. പക്ഷെ അത് ഹൃദയം നിറഞ്ഞതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ യാഗങ്ങൾ വഴിപാടുകളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. അല്ലേരിയ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തും ആരാധനയ്ക്ക് പോകുന്നതും പാട്ട് പാടുന്നതും വചനം പ്രസംഗിക്കുന്നതും വചനം കേൾക്കുന്നതും അന്യഭാഷ പറയുന്നതും ആമെ കൈയടിക്കുന്നതും ഇതെല്ലാം ആരാധനയുടെ ഭാഗമാണ്, യാഗമാണ്. എന്നാൽ നാം ദൈവത്തിന് കൊടുക്കുന്നത് ഒരു യാഗമാണ്. എല്ലാം നമ്മൾ ചെയ്യുന്ന ദൈവത്തിന് കൊടുക്കുന്നൊരു യാഗമാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നതിലും നാം അത് ദൈവത്തിന് സാധകരമായിരിക്കണം. അങ്ങനെ നാം കണക്ക് നോക്കാതെ, നമ്മൾ വില നോക്കാതെ, തൂക്കി നോക്കാതെ നമ്മൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഇവിടെ അനന്യാസും സഫീരയും കർത്താവിന് എലിയ കൊടുത്തത് അവരുടെ നിലം വിറ്റ് പണം മുഴുവനും കൊടുക്കാതിരുന്നത് പോലെ. കർത്താവിന് കൊടുക്കാനാണ്, പക്ഷെ അവർ സ്ഥലം വിറ്റ് മുഴുവൻ പൈസ കൊടുക്കാതെ ഇരുന്നുകൊണ്ട് അവര് മരിച്ചുപോയി അല്ലേലിയ. എന്നാൽ വിലയിൽ കുറെ എടുത്തു വെച്ചിട്ട് ഒരംശം കൊണ്ട് കൊടുത്തു എന്നാണ് നമ്മൾ വായിച്ചത്.
നിലത്തെ ഇത്രയും അല്ലെങ്കിൽ നിലത്തിന്റെ ഇത്രയും വിലയാണോ അവരെ ആ മരണത്തിലേക്ക് ഇടയാക്കിയത്? ചിന്തിച്ചു നോക്കിയാട്ടെ. ആ നിലത്തിന്റെ ആ വിലയാണോ അവരെ മരണത്തിലേക്ക് വലിച്ചിഴച്ചത്? അവരെ മരണത്തിലേക്ക് വലിച്ചിഴച്ചത് ആ നിലത്തിന്റെ വിലയിൽ അവർ കാണിച്ച വ്യാജമാണ്. അല്ലേ? വ്യാജം കാണിപ്പാൻ, വ്യാജം പറയുവാൻ നമ്മുടെ കർത്താവ് മനുഷ്യനല്ല. അതുകൊണ്ട് നമ്മൾ വ്യാജം കാണിക്കരുതെന്ന അല്ലെ നമ്മൾ ഇവിടെ നീ കൊടുക്കുന്നത്, നീ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നത് നമ്മളത് ആരോട് ചോദിച്ചിട്ടാകരുത്. അല്ലേ? എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊന്നും നമ്മൾ ചോദിക്കണ്ട. നമുക്കിഷ്ടമുള്ളതുപോലെ ദൈവത്തിന് കൊടുക്കാം. അല്ലേരിയ ഒരംശം മാത്രം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നെങ്കിലും അത് ദൈവത്തിന് ഇഷ്ടമാണ്. നമുക്കറിയാം, ഈ 100 രൂപ കിട്ടിയ 10 രൂപ കൊടുക്കണം, 1000 രൂപ കിട്ടിയാൽ 100 രൂപ കൊടുക്കണം. എൻ്റെ വരിക 10,000 രൂപ കിട്ടിയ 1000 രൂപ, 10,000 രൂപ കിട്ടിയാൽ 1000 രൂപ കൊടുക്കണം. എൻ്റെ വരിക അപ്പൊ 1 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം? 10,000 കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുന്ന കാര്യത്തിനകത്ത് ഇന്നത്തെ ആളുകൾ വളരെ പിന്നോക്കമാണ്. സ്തോത്രം. അല്ലേലിയ. എന്നാൽ നാം കൊടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. അല്ലേലിയ. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ ഈ ഞാൻ കൊടുക്കാൻ വേണ്ടി അല്ലെ നിങ്ങൾ അങ്ങനെ കൊടുക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ആരും നിങ്ങളെ ചോദ്യം ചെയ്യത്തില്ല. പക്ഷെ സമൃദ്ധിയായിട്ട് നീ അനുഗ്രഹിക്കപ്പെടണം. നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയുണ്ടല്ലോ, അനുഗ്രഹമുണ്ടല്ലോ, അത് നീയായിട്ട് തടയാതിരിക്കുക, നീയായിട്ടത് ആമെ വിലക്കാതിരിക്കുവാൻ നിന്റെ മനസ്സ് നിറച്ച് ഹൃദയം നിറഞ്ഞ് നീ ദൈവത്തിന് നന്ദി കൊടുക്കുകയും സ്തുതി കൊടുക്കുകയും ദൈവമായിട്ട് നീ യാതൊരു ഇടർച്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം. രക്തം ചെയ്യും. നീ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, സ്തോത്രം. എന്നോട് ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ പാസ്റ്റർ പള്ളിയിലേക്ക് വരണം താല്പര്യം ഉണ്ടായിരുന്നു. പള്ളിയിലേക്ക് എങ്ങനെ ഒരു വണ്ടിക്കൂലി ഉണ്ടാക്കി തരാം, പക്ഷെ അവിടെ വന്ന സ്വോത്രം കാഴ്ച എല്ലാവരും എനിക്ക് ഇടാൻ പറ്റണ്ടായി, എന്റെ കയ്യിലില്ല. ഞാൻ ആ സഹോദരന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ പറയും, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ പൈസ മുടങ്ങി വണ്ടിക്കൂലി മുടങ്ങി നിങ്ങൾ സഭയിൽ വരണ്ടേ? നിങ്ങൾ സഭയിൽ വന്നിട്ട് നിങ്ങൾ സ്വോത്ര കാഴ്ച ഇടണോ ഇടണ്ടോ അത് ദൈവസ്ഥാനിക ആ സമയത്തെ തീരുമാനമാണ്. അതില്ല എന്ന് ഓർത്ത് നീ വീട്ടിലിരിക്കുന്നതിന്റെ ആരാധനയല്ലേ മുടങ്ങുന്നത്. സ്വോത്ര കാഴ്ച ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് ആരാധന മുടക്കരുത്. നിനക്കുള്ളതിൽ നീ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നീ മാത്രം പറഞ്ഞാൽ മതി. ആരും നീ എന്ന് ചോദിക്കാൻ വരത്തില്ല. ഞാൻ ആ സൗനെ കുറിച്ച് ആശ്വസിപ്പിച്ചു. അല്ലേരിയ. കാരണം നമ്മൾ കാര്യങ്ങൾ അറിയണം. എല്ലാവരും ഒരുപോലെ അല്ല നമ്മൾ തിരിച്ചറിയണം. എല്ലാവരും ഒരുപോലെ അല്ല പ്രിയരെ. സ്തോത്രം. നമുക്കറിയാം, 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവനും കാണും. ഡെയിലി 300 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവനും കാണും. പ്രൈസലോ. 1 ലക്ഷം രൂപ മാസം ശമ്പളം മേടിക്കുന്നവൻ കൊടുക്കുന്നതുപോലെ ദിവസം 300 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവന് കൊടുക്കാൻ പറ്റത്തില്ല. രണ്ടുപേരുടെ നിലവാരം നമ്മൾ മനസ്സിലാക്കണം. കൂലിവേല ചെയ്യുന്നവൻ നമ്മുടെ സഭയിലില്ലേ? നലിയെത്താൻ ടൗണിൽ ചുമടെടുക്കുന്നവൻ നമ്മുടെ സഭയിലുണ്ടല്ലോ. പാടത്ത് പണിയെടുക്കുന്നവനുണ്ടല്ലോ, അല്ലെങ്കിൽ കരിങ്കലിനോട് പണിയെടുക്കുന്നവനില്ലേ? കടയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന അവർക്കൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങളാ. അതേസമയത്ത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നത്. ഇത് നമ്മൾ നോക്കിയിട്ട് നിനക്കുള്ളത് നീ കൊടുത്താൽ മതിയതേ. ഈശ്വരോ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം ദശാംശം കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ പണമിടപാടുകൾ ഏതായിരുന്നാലും നിങ്ങൾ സത്യസന്ധമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. കർത്താവിന് കൊടുക്കുന്നതിൽ മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ ഇടപാടുകളിലും നിങ്ങൾ സത്യസന്ധമായിരിക്കണം. നിങ്ങൾ ആരോട് എന്ത് ഇടപാടുകൾ നടത്തിയാലും സത്യസന്ധമായിരിക്കണം. വ്യാജം ചെയ്യരുത്. അല്ലേരിയ. വ്യാജം കാണിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ നേരായ അനുഭവത്തെ വേണം നമ്മൾ ചെയ്യുവാൻ. അല്ലേരിയ. അതുകൊണ്ട് ദൈവത്തിന് വചനം, അതുകൊണ്ടാണ് നമ്മൾ ഈ സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. സങ്കീർത്തന പുസ്തകം 51 അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അല്ലേരിയ. അപ്പൊ എന്താണ് അന്തർഭാഗത്തിലെ, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം. അല്ലേരിയ. സ്തോത്രം. അല്ലേരിയ. ദൈവം അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം വിശുദ്ധമായിരിക്കണം. അല്ലേരിയ. വിശുദ്ധമായിരിക്കണം. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ബാഹ്യ പ്രകടനമല്ല, ആന്തരിക വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബാഹ്യമായ ഒരു പ്രകടനം കൊണ്ടും നമുക്ക് ദൈവത്തെ മുഖത്തപ്പെടുത്താൻ പറ്റില്ല. ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരട്ടെ, ഇന്നത്തെ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, യൗവനക്കാരോടൊക്കെ പറയട്ടെ, യുവതിവാക്കന്മാർ പറയട്ടെ, ബാഹ്യ പ്രകടനങ്ങളോടെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നോക്കരുത്. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നീ വിശുദ്ധി തികച്ചുകൊണ്ട് നിനക്കുള്ളതിൽ നിന്ന് നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിൽ ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും വളർച്ച പ്രാപിച്ച് വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കടന്നുപോയ പിതാക്കന്മാരുണ്ട്. അവരിൽ നിങ്ങൾ പഠിക്കണം. അവരിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വായിച്ച് ദൈവത്തെ അനുഗമിച്ച ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. ദൈവത്തിൽ നേരോടെ നിന്നവരുണ്ട്. ദൈവത്തിൽ സത്യസന്ധമായി നിഷ്കളങ്കമായി നിന്നവരുണ്ട്. അവർ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ പ്രവർത്തിച്ചു. അത് മുഖാന്തരം ദൈവം നമ്മുടെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ളവരറിയരുത്. ഹല്ലേലൂയ. 2 രൂപയുടെ മുട്ടയിട്ട കോഴിപ്പട 2 രൂപയുടെ മുട്ടയിട്ടേച്ച് 2 ചിറകും കൊട്ടിയടിച്ച് പറപ്പിച്ച് ഞാൻ 2 രൂപയുടെ മുട്ടയിട്ടു എന്ന് വിളിച്ചു പറയുന്ന സ്വഭാവക്കാരനാകരുത് നീ കൊടുക്കും. ഇടം കൈ കൊടുക്കും, വലം കൈ അറിയത്തില്ല. വലം കൈ കൊടുക്കും, ഇടം കൈ അറിയരുത്. ഹല്ലേലൂയ. അത് നമ്മൾ എന്ത് ചെയ്താൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. അതാണ് സംഗീതനക്കാനായിരിക്കും ദാവീദ് പറയുന്നത്. ദാവീദിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഈ 51 സംഗീതം തന്റെ ജീവിതത്തിൽ വന്ന പാപത്തിൽ തനിക്ക് മോചനം കിട്ടിയപ്പോൾ, പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തപ്പോൾ ദാവീദ് എഴുതിയതാണ് 51 സംഗീതം എന്ന് പറയുന്നത്. 51 സംഗീതം തന്റെ ഹൃദയത്തിന്റെ കളവിനെ വെച്ച് ഹൃദയത്തിൽ ഏറ്റ മുറിവിനെയാണ് ദാവീദ് ഇത് വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ വായിച്ചത്? അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. അതിനകത്ത് നീ വ്യാജം തിരികെ കയറ്റരുത്. അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നത് അത് നീ മാത്രം അറിഞ്ഞു കൊടുക്കണം. ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ കാണിക്കുക കോഴിയെ പോലെ കോഴിമുട്ടയുടെ ചിറടിക്കുന്ന അങ്ങനെ പൊട്ടിഘോഷിക്കുവാനല്ല. അങ്ങനെ നീ കൊടുക്കുന്ന ബാഹ്യമായ പ്രകടനത്തിൽ ദൈവം പ്രസാദിക്കുന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ബാഹ്യ പ്രകടനമല്ല ആന്തരിക പരിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം അന്തരംഗം അറിയുന്നത് ദൈവമാണ്. നമ്മുടെ അന്തരംഗം അറിയുന്നത് ദൈവമാണ്. നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നിന്റെ സൃഷ്ടാവ്. ആ ദൈവമാണ് നിന്റെ ഭർത്താവ്. അവനാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തോട് ചേർന്ന് വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകർ പണമോഹത്താൽ പല കുറുക്കു വഴികളിലൂടെ സമ്പാദിച്ച അനേകർക്ക് മുമ്പിൽ വലിയ തലവേർപ്പോടെ കൂടി നിൽക്കുന്നുണ്ട്. പണസമ്പാദനത്തിന് വേണ്ടി പലരും കുറുക്കു വഴിയുടെ പണം സമ്പാദിച്ച് പലരും തലയുയർത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ കുറുക്കു വഴികളുടെയൊക്കെ സമ്പാദിക്കുന്നത് ഒന്നും നിലനിൽക്കത്തില്ല. ഒരു വശത്ത് നിന്ന് കുറുക്കു വഴികളുടെ പണം സമ്പാദിക്കുമ്പോൾ അത് മറുവശത്തൂടെ പോകും. ഹല്ലേലൂയ. മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അത് നീ ഉണ്ടാക്കിയത് മുഴുവൻ നശിച്ചു. അതുകൊണ്ട് കുറുക്കു വഴികളിലൂടെ ഒന്നും ഉണ്ടാക്കരുത്. വ്യാജമായിട്ടൊന്നും മേടിക്കരുത്. വ്യാജമായിട്ടൊന്നും പറയരുത്. വ്യാജം പറഞ്ഞ് മേടിക്കരുത്. കളവ് പറഞ്ഞ് മേടിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അനവധി ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം പണപരീക്ഷയിൽ തോൽക്കുന്നവരെ കർത്താവ് പ്രയോജനപ്പെടുത്തി. പണത്തിന്റെ പരീക്ഷ, നമ്മൾ ഒത്തിരി പരീക്ഷകളുണ്ട്. സ്കൂളിൽ പഠിക്കും പരീക്ഷയുണ്ട്, പള്ളിയിൽ വേദപഠനം പഠിക്കും പരീക്ഷയുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജോലിക്കാണ് ഇന്റർവ്യൂ ഉണ്ട്. വിവിധ എല്ലാത്തിനും അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കും. നിങ്ങൾ കൊടുക്കുന്ന പണമിടപാടുകൾ, അതിൽ ദൈവത്തിന് കൊടുക്കുന്ന പണമിടപാടുകളിലും അതൊരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്കകത്ത് നീ തോൽക്കാൻ പാടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഭണ്ഡാരത്തിൽ പണം ഇടുന്നവരെ നോക്കിക്കൊണ്ടിരുന്നവൻ ആരാ? ശ്രീഭണ്ഡാരത്തിൽ പണം ഇടുന്നവരെ നോക്കിക്കൊണ്ടിരുന്നവരാ? കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. യേശുവിനോട് ശിഷ്യന്മാരുണ്ടായിട്ടും അവര് ശ്രദ്ധിച്ചില്ല. യേശുവിന്റെ മറ്റു പുരുഷാരും കാണും, അവര് ശ്രദ്ധിച്ച. പക്ഷേ ആ വഴി പോയ എല്ലാവരും അവർ തങ്ങളെ സമൃദ്ധിയിൽ നിട്ടപ്പോൾ ഈ വിധവയായ സ്ത്രീക്ക് തനിക്കുള്ളത് മാത്രം ശ്രദ്ധിച്ചവന് യേശുവാണ്. അത് നീ എന്ത് ചെയ്താലും ഹല്ലേലൂയ നമ്മുടെ ദൈവം അറിയുന്നു.
അതുകൊണ്ടാണ് വേദപുസ്തകം വായിക്കും പറയുന്നത്, നിന്റെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്ന നമ്മുടെ കർത്താവ് അറിയുന്നത്. നീ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു അറിയുന്ന ദൈവമുണ്ട്. നിന്റെ ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ജീവിതം എന്ന് പറയുന്ന ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദാനമാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്നതാണ് ഈ ജീവിതം. അതിനെ നീ ആയിട്ട് തകർക്കരുത്. ദൈവത്തോട് നീ വ്യാജം പറയരുത്, വ്യാജം കാണിക്കരുത്. അനന്യാസിന് സഭയുടെ ജീവിതം നിന്റെ ജീവിതത്തിലേക്ക് വരാതിരിപ്പാൻ അവർ ദൈവത്തോട് വ്യാജം കാണിച്ച് അവർ ജീവൻ പോയതുപോലെ നീ ദൈവത്തോട് വ്യാജം കാണിച്ച് നീ നൽകിയ മഹാവ്യാധിയിലും മഹാബന്ധനത്തിലും കഷ്ടത്തിലേക്ക് നീ പോകാതിരിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. ലേലിയ, ഞാനിതൊക്കെ പറയുമ്പോഴേ ലേലിയ എൻ്റെ കഴിഞ്ഞകാല ജീവിതമൊക്കെ ഞാൻ ഓർക്കുന്നത്. ലേലിയ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യാതൊരു ശുദ്ധിയില്ല, വിശുദ്ധിയില്ലാതെ അശുദ്ധി കൊണ്ട് ജീവിച്ചൊരു കാലഘട്ടം എനിക്ക് പറയുവാനുണ്ട്. അതിൽ നിന്നാണ് ദൈവം എന്നെ വിളിച്ച് വേദരിച്ച് എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ അശുദ്ധിയെ മാറ്റിയിട്ട് വിശുദ്ധിയെ തികച്ചപ്പോൾ ദൈവമാരെന്ന് എനിക്ക് മനസ്സിലായതും ഞാൻ എന്ത് ചെയ്താലും ദൈവം എന്നെ സൂക്ഷ്മതയോടെ കാണുന്നെന്നുള്ള ആ തിരിച്ചറിവ് എനിക്കുണ്ടായതും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, സ്വർഗീയ ക്യാമറകൾ നിങ്ങളുടെ വാക്കുകൾക്ക്. നമ്മുടെ ഭൂമിയിലെല്ലാം CCTV ക്യാമറ ഉണ്ടല്ലോ. എവിടെ പോയാലും CCTV ക്യാമറ. ആരും ഇപ്പോൾ ഒളിച്ചു പോകാൻ പറ്റില്ല. പണ്ടൊക്കെ ഏത് കള്ളനും എന്ത് കള്ളത്തനും എന്ത് കൊലപാതകം ചെയ്തിട്ട് ഏത് പട്ടണത്തിലും ജീവിക്കുക, ഏത് ഗ്രാമത്തിലും ജീവിക്കുക, എവിടെ വെള്ളം ചെയ്ത് ജീവിക്കാമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കള്ളന് എന്ത് ചെയ്താൽ എവിടെ ചെന്നാലും കളവ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ CCTV ക്യാമറ വെച്ചിരിക്കുക, അതിനകത്ത് പതിയും. അതിനിപ്പോൾ ഒരുപാട് പോലീസുകാർ പിടിച്ചെടുക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചോണം. ഈ CCTV ക്യാമറ ഭൂമിയിൽ എല്ലാവരും വെച്ച് കളവ് ചെയ്യുന്നവനെ, കുലപാതകനെ പിടിക്കുന്ന പോലെ സ്വർഗീയ ക്യാമറകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതിലും നിന്റെ വായു കൊണ്ട് സംസാരിക്കും, നിന്റെ കേൾവി കൊണ്ട് നീ കേൾക്കുന്നു, നീ ശ്വസിച്ച് നീ നടക്കുന്നു, നിന്റെ ഓരോ സ്റ്റെപ്പുകളും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന, നിരീക്ഷിക്കുന്ന, ഫോട്ടോ എടുത്തു വെക്കുന്ന സ്വർഗീയ ക്യാമറയ്ക്ക് മുമ്പിലാണ് നീ ആയിരിക്കുന്നത് കേട്ടോ. അത് നീ കഥ അടച്ച് നിന്റെ വീട്ടിനകത്ത് ആരും കാണാതെ വിളക്ക് ഉടച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് നീ ദൈവത്തോട് വ്യാജം ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ കള്ളു കുടിക്കുന്നതിൽ അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ എടുത്തു വെച്ചിട്ടു മറ്റുള്ളതുമായിട്ട് പുറകെ വന്നാലും, ഇന്ന് ഇരുട്ടത്ത് ചെയ്യുന്നത് അത് ദൈവത്തിന് ഇരുട്ടത്തിന് ദൈവത്തിന് പരസ്യമാണെന്ന്. അപ്പൊ നമ്മളൊന്നും ദൈവത്തോട് മറച്ചു വെക്കരുത്. എല്ലാം കണക്ക് ചോദിക്കുന്ന ദൈവമുണ്ട്. ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന നാളിൽ 2 കൊരിന്ത്യർക്കെതിരെ 5:10 ഇങ്ങനെ പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടതാകുന്നുവെന്ന് ഇത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞതാണ്. പൗലോസ് കർത്താവിന്റെ വായോട് കൂടുന്ന കർത്താവ് പൗലോസിന്റെ വായോട് കർത്താവ് ഇരുന്ന് രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം. കാരണം സ്വർഗീയ മർമ്മങ്ങളെ മുഴുവൻ മറച്ചു വെക്കാതെ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ പൗലോസ് അവസാനം കർത്താവിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് കഷ്ടം സഹിച്ച് നൊമ്പരപ്പെട്ട് വേദന, ഉപദ്രവം, പീഡകളെല്ലാം അനുഭവിച്ച് കർത്താവിന് വേണ്ടി നല്ല പോരാട്ടം പോരാടി അവസാനം ഈ പൗലോസ് പറഞ്ഞു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് ഭാഗം നിൽക്കേണ്ടത് പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്ന ശ്രോതാവി, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നമ്മൾ ചെയ്തു കൂട്ടിയ സകല കളവുകളും ജനം തിരിച്ചറിവായ കാലം തൊട്ട് ഇന്ന് വരെ നമ്മൾ ചെയ്ത സകല പാപങ്ങളും ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ ഭൂമിയിൽ ഒരു സാക്ഷികളെ നമുക്ക് വേണ്ട, കർത്താവിന് വേണ്ട. ലേലിയ, ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ഇന്ന് കോടതിയിലേക്ക് ഒരുപാട് സാക്ഷികൾ കൊണ്ട് ചെല്ലുന്ന പോലെ ദൈവത്തിനൊരു സാക്ഷ്യം വേണ്ട. അവന്റെ കണ്ണുകൾക്ക് മുമ്പിലെല്ലാം നപ്പം വളർന്നവാ. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിനെതിരെ അതുകൊണ്ട് പൗലോസിനെ പോലെ നമ്മുടെ ഹൃദയം വെടിപ്പായി തീരണം. അല്ലെങ്കിൽ വെടിപ്പായി ശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് വചനം പറയുന്നത്. എന്താണ് സ്തോത്രം? അല്ലെങ്കിൽ അതേ അനുഭവം തന്നെയാണ് സ്തോത്രം. 1 തിമോഥെയോസിന്റെ ലേഖനം അല്ലെങ്കിൽ 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുവാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസിനെ വിശ്വസ്തനെന്ന് ദൈവം എണ്ണിയെന്നാണ്.
അല്ലേ? അത് നിന്നെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണുവാൻ ആ ഒരു ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ വിശുദ്ധി നീ കാത്തു സൂക്ഷിക്കണം. അല്ലേരിയ പൗലോസിനെ വിശുദ്ധനെന്ന് എണ്ണി, അല്ലേരിയ വിശുദ്ധനെണ്ണി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് അല്ലേരിയ ആമേൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ ഈ ദൈവത്തിന്റെ വിശ്വസ്തത എന്നിട്ടാണ് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. അവിടെ നമ്മൾ വ്യാജം ചെയ്യരുത്, വ്യാജം കാണിക്കരുത്. അതുകൊണ്ട് പൗലോസ് ഇപ്രകാരം പറയും, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തത എന്നി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ആമി വിശ്വാസം സ്തുതിക്കുന്നു. അല്ലയോ വേറെ ചില പരിഭാഷകളിൽ കിടക്കുന്നത് അവൻ എന്നെ പരിശോധിച്ച് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അവൻ നിങ്ങളെ പരിശോധിക്കപ്പെടുവാനും നിരൂപിക്കപ്പെടുവാനും ഒരുങ്ങിയിരിക്കുന്നു തിരിച്ചറിയണം. കർത്താവ് നിങ്ങളുടെ അറിവിന്റെ അല്ലറിയ സാമർത്ഥ്യത്തിന്റെയും പ്രാഗൽഭ്യത്തിന്റെയും അല്ലയോ കർത്താവ് നിങ്ങളുടെ അറിവിന്റെയും സാമർത്ഥ്യത്തിന്റെയും പ്രാഗൽഭ്യത്തിന്റെയും അല്ലറിയ സ്തോത്രം രാജ്യത്തിന്റെയും അല്ലെങ്കിൽ നോക്കുന്നവനല്ല, സത്യസന്ധത. നിങ്ങളുടെ അറിവോ നിങ്ങളുടെ സാമർഥ്യമോ നിങ്ങളുടെ പ്രാഗൽഭ്യമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ധനമോ അല്ലരിയ നിങ്ങൾക്കുള്ളതൊന്നും അല്ല കർത്താവ് ശ്രദ്ധിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സത്യം ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലേരിയ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സത്യം നിറഞ്ഞിരിക്കണം, വ്യാജം കാണിക്കാതെ. അല്ലേരിയ ഇവിടെ നാം ദൈവത്തിനും നോക്കി കാണുന്നുണ്ട്. ദൈവാലയത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാൻ, ദൈവാലയ കർമ്മങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലേരിയ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും അത് അവർക്ക് കൊടുക്കുവാൻ പലപ്പോഴും ഒരുങ്ങാറില്ല. നമ്മളെല്ലാം കണക്ക് പറഞ്ഞാ കൊടുക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ ഇത്ര കൊടുത്തല്ലോ, കഴിഞ്ഞ മുമ്പത്തെ മാസം എത്ര കൊടുത്തല്ലോ, ഇതെല്ലാം കൊടുക്കുന്നത് എഴുതി വെച്ച് വർഷാന്തരം കണക്ക് കൂട്ടി പറയുന്ന മിടുക്കന്മാർ വരെയുണ്ട്, മിടുക്കിമാർ വരെയുണ്ട്. നീ കൊടുക്കുന്നതിന് ദൈവത്തിന് നീ കണക്ക് പറയരുത്. നീ കണക്ക് പറയും തോറും അതൊരു 4 ഇരട്ടി നീ എവിടെ ചെലവഴിക്കേണ്ടി വരും. അല്ലേ? ദൈവത്തിന് കൊടുക്കാൻ മനസ്സ് തുറന്നാൽ കൊടുക്കുന്നേ. അല്ലേ? സ്തോത്രം. അല്ലാതെ നീ എന്ത് ചെയ്താലും അത് ദൈവത്തിന് പ്രസാദകരമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ മർക്കോസിന്റെ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിൽ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു എന്ന് അല്ലെങ്കിൽ നമ്മൾ വായിച്ചല്ലോ. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമുക്ക് ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ കഴിയട്ടെ. അവിടെ എന്താണ്? ഹല്ലേലൂയ. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിൽ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നു നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അതുവരെ ശ്രദ്ധിച്ച ദൈവം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ ദൈവത്തിന് കൊടുക്കുന്നതിൽ കണക്ക് നോക്കാതെ, നിന്റെ മനസ്സ് തകരാതെ, പിറുപിറുക്കാതെ, നല്ല മനസ്സോടെ നീ കൊടുക്കുന്ന മറ്റൊരാളെ അറിയാതെ നീ ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ആർക്കും ദൈവം നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ആകാശത്തിന് കിളിവാതിൽ തുറന്ന്, അല്ലാതെ മറ്റുള്ളവർ 4 പേര് കാണുക ചെയ്ത് 4 പേരെ അറിയിക്കത്തക്ക നീ നിന്റെ പോക്കറ്റിലെ പേഴ്സൊക്കെ നീ എടുത്തിട്ട് അതിൽ നിന്ന് വലിയ നോട്ടുകൾ പെറുക്കിയെടുത്ത് 4 പേരെ കാണിച്ച് നീ ഭണ്ഡാരത്തെ കൊണ്ട് പണവിട്ടാൽ അല്ലേലൂയ, അത് നിന്റെ ഫോഷത്തരമാണ്, വിഡ്ഢിത്തരമാണ്. അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് വിധവയായ സ്ത്രീയെ നമുക്കിവിടെ ഒരു മാതൃകയാക്കി ദൈവം തന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അത് നീ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ നീ മാത്രമേ അറിയുള്ളൂ. അത് കൊടുക്കുന്ന പ്രഹസനമാകരുത്, ദൈവത്തിനായിരിക്കണം. അത് പണം മാത്രമല്ല, കർത്താവിന് കൊടുക്കുന്ന ആരാധനയിലും കർത്താവിന് കൊടുക്കുന്ന സ്തുതികളായിരുന്നാലും സ്തോത്രമായിരുന്നാലും പ്രഹസനത്തിനാകരുത്. ചിലരൊക്കെ ഈ ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞു നിൽക്കുന്നത് കാണാം. ഭക്തിയുടെ വേഷം ധരിച്ചവർ അല്ലേരിയ ഭക്തി മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല എന്നാണ് അതിന്റെ. അല്ലേരിയ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയൊന്ന് മാറ്റി, സങ്കടമൊന്ന് മാറ്റി, നിന്റെ വേദന ദുഃഖം മാറ്റി നിനക്ക് സമൃദ്ധിയായിട്ടൊരു അനുഭവത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് നിനക്ക് വീഴ്ച, എവിടെയാണ് നിനക്ക് തകർച്ച, എവിടെയാണ് നിനക്ക് സങ്കടം, എവിടെയാണ് നീ ദുഃഖിച്ചിരിക്കുന്നത്, ആ സാഹചര്യങ്ങളെ നിരൂപിച്ചറിയുന്ന ദൂരത്ത് നിറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസേനയ്ക്ക് നിർമ്മിച്ചു കൊടുത്ത് എന്നോടൊപ്പം നിങ്ങളുടെ സങ്കടങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ
ജനത്തെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന വലിയൊരു ചെറിയൊരു ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. വിധവേട്ട 2 കാശിന്റെ ആ മൂല്യത്തെക്കുറിച്ച് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന് എന്ത് ചെയ്താലും അത് കർത്താവ് മറ്റൊരാളുടെ മുമ്പിൽ പ്രഹസനമായി തീരാതെ ഞങ്ങൾ കർത്താവ് രഹസ്യത്തിൽ ഞങ്ങളെ കണ്ട പ്രാർത്ഥന കാണുന്ന രഹസ്യങ്ങളുടെ ആരാധന കാണുന്ന ആ ദൈവത്തിന് പ്രസാദകരമാകുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാൻ ദൈവത്തിന് കൊടുക്കുന്നതിലും ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ തലമുറകളെല്ലാം ഒരുക്കണം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബത്തിലും അശനയാച്ച ഓപ്പണ ചോട്ടലും തടവറയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ സഹോദര സഭയ്ക്കായി, ദേശവാസികൾക്കായി, അധികാരികൾക്കായി, ന്യായാധിപന്മാർക്കായി, ഞങ്ങളുടെ കേരളത്തിനായി, ഭാരത ലോക രാജ്യങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടതയുടെ കടന്നു പോകുന്നവരുണ്ട്, സങ്കടത്തിൽ കടന്നു രോഗികളായിരിക്കുന്നുണ്ട്, ഭാരപ്പെടുന്ന സാമ്പത്തിക ഞെരുക്കും കടക്കണികൾ കടന്നു പോകുന്നവരുണ്ട്, വിവിധ മാനസികമായി തകർന്നിരിക്കുന്ന അനവധി ആളുകൾ. അവരെല്ലാം കർത്താവിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന, ആരും തകർന്ന് ക്ഷീണിച്ചു പോകാതെ കർത്താവിയ വിധവയുടെ 2 കാശിനെ കണ്ട ദൈവമേ, കർത്താവിന്റെ ജനത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞവരെ സഹായിപ്പാനും ശക്തിപ്പെടുത്തുവാൻ അങ്ങയുടെ മഹത്വമേറിയ കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിരാശപ്പെട്ടുവാൻ ആരും അനുവദിക്കും. രാവിലെ പ്രഭാത സമയത്ത് കടക്കടിയോട് കടക്കാരും വരുമ്പോൾ എന്തു പറയുമെന്ന് ഓർത്ത് കടബാധ്യത തലയുയർത്താൻ കഴിയാതെ ആയിരിക്കുന്ന അനവധി ആളുകളുണ്ട്. കർത്താവിയോട് ദൈവവിട്ട പറഞ്ഞേ, ആരും നിരാശപ്പെട്ടു പോകാതെ സകലത്തെ നിർവഹിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിലേക്ക് മടങ്ങിടുവാൻ ജനത്തെ ഒരുക്കണമേ. ലുലിയ മരണം മനുഷ്യന്റെ വാതിക്കലും വന്നു നിൽക്കുമ്പോൾ മരണത്തിന് ആരും വിധേയപ്പെട്ടു പോകാതെ കർത്താവായ യേശുക്കളുടെ വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടാകുവാൻ ജനത്തിന്റെ ഹൃദയങ്ങളെ പ്രവർത്തിക്കണമേ. ദൈവമക്കൾ, ദൈവദാസന്മാർ കേരളത്തിൽ ദേശരാജ്യം ആയിരിക്കും എല്ലാവരും സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.